രാജ്യത്ത് ഹിന്ദു ഭീകരതയുണ്ടോ എന്ന ചോദ്യത്തിന് ഏറ്റവും വ്യക്തതയോടെ പറഞ്ഞിരുന്ന ഉത്തരമായിരുന്നു മലേഗാവ് സ്ഫോടനം. ഒന്നാം പ്രതി പ്രഗ്യാ സിംഗ് ഠാക്കൂർ ഉൾപ്പെടെയുള്ള മുഴുവൻ പ്രതികളെയും ഇപ്പോൾ NIA കോടതി വെറുതെ വിട്ടിരിക്കുന്നു. 2008 സ്ഫോടനത്തിന് തൊട്ടു പിന്നാലെ പ്രഗ്യ ഉൾപ്പെടെ 8 പേരെ അറസ്റ്റ് ചെയ്ത ഹേമന്ത് കർക്കറെ മുംബൈ ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ടു. കർക്കറയുടെ മരണശേഷം മുംബൈ ടെററിസ്റ്റ് സ്ക്വാഡ് നടത്തിയ അന്വേഷണങ്ങളെല്ലാം സംശയ നിഴലിലായിരുന്നു. 2011 NIA കേസ് ഏറ്റെടുക്കുന്നത്. പിന്നീട് 3 വർഷത്തിനു ശേഷം NIAയും വിവാദങ്ങളിൽ അകപ്പെട്ടു. കേന്ദ്രത്തിലും മഹാരാഷ്ട്രയിലും BJP ഭരിച്ച 2014 മുതലുള്ള കാലത്ത് കേസ് അട്ടിമറിക്കപ്പെട്ടു എന്ന ആരോപണം ഉയർന്നു. കേസിൽ വാദം കേട്ട 5 ജഡ്ജിമാരെയാണ് ഇതിനിടയിൽ സ്ഥലം മാറ്റിയത്. സ്ഫോടനം നടന്ന് 17 വർഷങ്ങൾക്കു ശേഷം വിചാരണ കോടതി വിധി പറഞ്ഞപ്പോൾ പ്രതികളെല്ലാം കുറ്റവിമുക്തരായി. നമ്മുടെ നിയമപാലക സംവിധാനത്തിന്റെ മെല്ലപ്പോക്കിനും കുറ്റകരമായ അനവധാനതയ്ക്കും കൂടിയുള്ള ഉദാഹരണമായാണ് ഇപ്പോൾ മലേഗാവ് സ്ഫോടനത്തെക്കുറിച്ച് പറയുന്നത്. സ്പോട്ട്ലൈറ്റ് പരിശോധിക്കുന്നു കുറ്റവിമുക്തി നേടുന്ന ഹിന്ദു ഭീകരത. സ്ഫോടനം നടന്നത് 2008 സെപ്റ്റംബർ മാസം 29-ന്. മുംബൈ ഭീകര വിരുദ്ധ സേനയുടെ തലവനായിരുന്ന ഹേമന്ത് കർക്കറെ 2 ആഴ്ചയ്ക്കുള്ളിൽ ഒന്നാം പ്രതി പ്രഗ്യാ സിംഗ് ഠാക്കൂറിനെയും കൂട്ടുപ്രതികളെയും അറസ്റ്റ് ചെയ്തു. അന്ന് BJPയുടെ വിദ്യാർത്ഥി സംഘടനയായ ABVPയുടെ അഖിലേന്ത്യാ നേതാവായിരുന്നു സാധ്വി പ്രഗ്യ. ഒരിക്കലും രക്ഷപ്പെടാൻ കഴിയില്ല എന്ന തരത്തിലുള്ള തെളിവുകളും ഹേമന്ത് കർക്കറെ കൂട്ടിയിണക്കിയിരുന്നു. സ്ഫോടനത്തിന് ഉപയോഗിച്ചത് പ്രഗ്യയുടെ LML ഫ്രീഡം മോട്ടോർ സൈക്കിളാണ്. 2008 ജൂലൈയിലാണ് പ്രഗ്യ ഈ മോട്ടോർ സൈക്കിൾ രാംജി എന്നറിയപ്പെടുന്ന രാമചന്ദ്ര കൽസ്രൻകയ്ക്ക് കൈമാറുന്നത്. രാംജിയാണ് ഇതിൽ ബോംബ് വച്ചതെന്നാണ് ഹേമന്ത് കർക്കറെ കുറ്റപത്രത്തിൽ എഴുതിയത്. രാംജിയെ അറസ്റ്റ് ചെയ്യും മുൻപ് 2008 നവംബർ മാസം 26-ന് മുംബൈ ഭീകരാക്രമണത്തിനിടയിൽ കൽക്കറെ കൊല്ലപ്പെട്ടു. മുംബൈ ATSന്റെ മുഴുവൻ ശ്രദ്ധയും പിന്നീട് ഈ ഭീകരാക്രമണ കേസിലേക്കായി. തുടർന്ന് വന്ന ATS തലവന്മാരൊന്നും തന്നെ മലേഗാവ് കേസിലെ രാംജിയെ അന്വേഷിച്ചു പോയില്ല. രാംജി ഒരിക്കലും അറസ്റ്റിലാകാത്തതിനാൽ തന്നെ ഈ കേസ് പരാജയപ്പെട്ടു. ഇപ്പോൾ തന്നെ വിധി പ്രസ്താവത്തിൽ കോടതി പറഞ്ഞ വാചകം ശ്രദ്ധിക്കൂ. ബൈക്കിന്റെ ഉടമയാണെങ്കിലും സ്ഫോടനം നടന്ന സമയത്ത് ബൈക്ക് പ്രഗ്യയ്ക്കൊപ്പം ഉണ്ടായിരുന്നു എന്ന് തെളിയിക്കാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് തന്നെ സംശയത്തിന്റെ ആനുകൂല്യം നൽകി വിട്ടയക്കുന്നു എന്നാണ് ആ വാചകം. ഹേമന്ത് കർക്കറെ 90% തെളിയിച്ചു എന്ന് കരുതിയ കേസിലാണ് ഇങ്ങനെ ഒരു വിധി ഉണ്ടായത്. പ്രഗ്യക്കെതിരെ മാത്രമല്ല കേണൽ പുരോഹിത് ഉൾപ്പെടെയുള്ളവർക്കെതിരെയും ശക്തമായ കുറ്റപത്രമായിരുന്നു ആദ്യം തയ്യാറാക്കിയിരുന്നത്. ഈ കേസിലെ മറ്റൊരു പ്രതിയായ ലഫ്റ്റനന്റ് കേണൽ പ്രസാദ് പുരോഹിതിന്റെ കാര്യമെടുക്കൂ. സ്ഫോടനം നടത്തിയെന്ന് ATS കണ്ടെത്തിയ അഭിനവ് ഭാരത് എന്ന സംഘടന സ്ഥാപിച്ചത് പ്രസാദ് പുരോഹിതാണ്. സൈന്യത്തിൽ ജോലി ചെയ്യുമ്പോൾ തന്നെയാണ് സമാന്തരമായി ഇങ്ങനെ ഒരു സംഘടന രൂപീകരിച്ചത്. ആലോചനാ യോഗങ്ങളിൽ മുതൽ പങ്കെടുത്ത പുരോഹിതാണ് ബോംബ് വയ്ക്കാൻ പരിശീലനം നൽകിയത്. എങ്ങനെ സ്ഫോടനം നടത്താമെന്ന് പഠിപ്പിച്ചതും പുരോഹിതാണെന്നാണ് ഹേമന്ത് കർക്കറയുടെ കുറ്റപത്രം. ഇന്ത്യക്ക് വേറെ ഭരണഘടനയും വേറെ പതാകയും വേണമെന്ന് പ്രഖ്യാപിച്ചു തുടങ്ങിയ സംഘടനയാണ് അഭിനവ് ഭാരത്. ഇന്ത്യയെ ഇസ്രയേലിൽ പോയിരുന്നു ഭരിക്കാൻ ഗവൺമെന്റ് ഇൻ എക്സൽ രൂപീകരിക്കാൻ ഒരുങ്ങുമ്പോഴാണ് കർക്കറെ പിടികൂടി ജയിലിലിട്ടത്. കൂട്ടുപ്രതി രമേശ് ഉപാധ്യായുമായി പുരോഹിത് നടത്തിയ സംഭാഷണങ്ങളിലെല്ലാം ഭീകര നിലപാടുകൾ വ്യക്തമായിരുന്നു. ഇന്ത്യയുടെ പതാകയും ഭരണഘടനയും മാറ്റുമെന്ന പുരോഹിതിന്റെ പ്രസംഗം മാത്രം മതിയായിരുന്നു ജാമ്യമില്ലാതെ അകത്തിടാൻ. എന്നാൽ കോടതി അംഗീകരിച്ചത് പുരോഹിതിന്റെ വാദമാണ്. സൈന്യത്തിന്റെ അനുമതിയോടെ രഹസ്യം ചോർത്താനാണ് സംഘടന രൂപീകരിച്ചതെന്നാണ് പുരോഹിത് മൊഴി നൽകിയത്. പാക് സൈന്യത്തിന്റെ പിന്തുണയോടെയുള്ള ഭീകര പ്രവർത്തനമെന്ന് ഇന്ത്യ ആരോപിക്കാറുണ്ട്. അതുപോലെ ഇന്ത്യൻ സൈന്യത്തിന്റെ പിന്തുണയോടെയുള്ള ഭീകര പ്രവർത്തനമാണ് നടത്തിയത് എന്നാണ് ആ മൊഴിയുടെ മലയാളം. അതാണ് കോടതി അംഗീകരിച്ചതും പുരോഹിതനെ കുറ്റവിമുക്തനാക്കിയതും. ഹിന്ദു രാഷ്ട്രത്തിനു വേണ്ടി ഭരണഘടന തയ്യാറാക്കിയ ആളാണ് വിരമിച്ച മേജർ രമേശ് ഉപാധ്യായ. 2008 ഫരീദാബാദിൽ ചേർന്ന ആലോചനാ യോഗത്തിലാണ് ഉപാധ്യായയും പുരോഹിതും ചേർന്ന് ഹിന്ദു രാഷ്ട്രത്തിനുള്ള പ്രത്യേക ഭരണഘടന തയ്യാറാക്കുമെന്ന് പ്രഖ്യാപിച്ചത്. അഭിനവ് ഭാരത് സംഘടനയുടെ വർക്കിംഗ് പ്രസിഡന്റും ഉപാധ്യായായിരുന്നു. അജയ് രഹിർക്കർ എന്ന വ്യവസായിയായിരുന്നു അന്ന് ഈ അഭിനവ് ഭാരതിന്റെ ട്രഷറർ. സ്ഫോടനം നടത്താനുള്ള ഗൂഢാലോചനാ യോഗത്തിലും രഹിർക്കർ പങ്കെടുത്തു. കർക്കറെ എടുത്ത കേസിൽ 2 വർഷത്തോളം ജാമ്യമില്ലാതെ ജയിലിൽ കിടക്കുകയും ചെയ്തു രഹിർക്കർ. ആയുധങ്ങൾ വാങ്ങിയതിന് രഹിർക്കർ പണം ചെലവഴിച്ചു എന്നതിനുള്ള തെളിവും കർക്കറെ ശേഖരിച്ചിരുന്നു. എന്നാൽ വാങ്ങിയ ആയുധങ്ങൾ സ്ഫോടനത്തിന് ഉപയോഗിച്ചിട്ടില്ല എന്നതുകൊണ്ട് തന്നെ രഹിർക്കറുടെ പങ്ക് തെളിയിക്കപ്പെട്ടില്ല എന്നാണ് കോടതി കണ്ടെത്തിയത്.
ആയുധങ്ങൾ വാങ്ങി എന്നത് ശരിവച്ചെങ്കിലും അത് ഉപയോഗിച്ചിട്ടില്ല എന്നതുകൊണ്ട് തന്നെ കുറ്റവിമുക്തനാക്കുന്നു എന്നാണ് വിധി. നാസിക്കിൽ താമസിച്ചിരുന്ന സുധാകർ ചതുർവേദിയാണ് അഭിനവ് ഭാരത് സംഘടനയുടെ മുഴുവൻ സമയ പ്രവർത്തകൻ. സൈന്യത്തിന് വിവരങ്ങൾ കൈമാറുന്ന ഏജന്റ് എന്നാണ് സ്വയം പരിചയപ്പെടുത്തിയിരുന്നത്. ഇന്ത്യയുടെ മിലിറ്ററി ഇന്റലിജൻസുമായി അടുത്ത ബന്ധവുമുണ്ടെന്ന് ചതുർവേദി അവകാശപ്പെട്ടിരുന്നു. ചതുർവേദിയുടെ വീട്ടിൽ നിന്നും RDX കണ്ടെടുത്തെങ്കിലും അതിന്റെ ഉറവിടം തെളിയിക്കാൻ കഴിഞ്ഞില്ലെന്നാണ് കോടതി വിധിയിലുള്ളത്. മറ്റൊരു പ്രതി സുധാകർ ദ്വിവേദിയാണ്. ഇയാളിൽ നിന്നും പിടികൂടിയ ലാപ്ടോപ്പിൽ ഗൂഢാലോചനയുടെ തെളിവുകൾ ഉണ്ടെന്നായിരുന്നു FIR-ൽ. എന്നാൽ അവ കുറ്റം സ്ഥാപിക്കാൻ പര്യാപ്തമല്ലെന്നായിരുന്നു കോടതിയുടെ കണ്ടെത്തൽ. NIA-യുടെ കുറ്റപത്രത്തിൽ അഭിനവ് ഭാരത് മാത്രമല്ല RSS-ഉം വരുന്നുണ്ട്. കേസിൽ ഇതുവരെ പിടികിട്ടാത്ത 2 പ്രതികളാണുള്ളത്. അത് രാമചന്ദ്ര കൽസംഗ്രയും സന്ദീപ് ദാംഗെയുമാണ്. ഇരുവരെയും അഭിനവ് ഭാരത് പ്രവർത്തകരെന്നല്ല RSS എന്നാ വിളിക്കേണ്ടത്. കാരണം അങ്ങനെയാണ് കുറ്റപത്രത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. മധ്യപ്രദേശിലെ ഇൻഡോറിൽ നിന്നുള്ള ഇരുവരുമാണ് ഗൂഢാലോചന മുതൽ സ്ഫോടനം വരെ പങ്കുള്ളവർ. പ്രഗ്യയിൽ നിന്നും ബൈക്ക് വാങ്ങി സ്ഫോടക വസ്തു നിറച്ചതും ഈ 2 പേരും ചേർന്നാണ്. RSS പ്രവർത്തകരായ ഈ 2 പേരുടെയും ആദ്യ കേസല്ല ഇത്. 68 പേർ കൊല്ലപ്പെട്ട 2006-ലെ സംഝോത എക്സ്പ്രസ് സ്ഫോടനത്തിലെ കുറ്റപത്രത്തിലും ഈ 2 പേരുമുണ്ട്. കേസിനെ RSS-മായി ബന്ധിപ്പിക്കുന്ന ഇരുവരെയും ഇതുവരെയും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. 2008-ൽ തന്നെ ഇവർ കൊല്ലപ്പെട്ടു എന്ന റിപ്പോർട്ടുകൾ ഉണ്ടെങ്കിലും അത് തെളിയിക്കാനും കഴിഞ്ഞിട്ടില്ല. കേസിന്റെ മുഖ്യ നടത്തിപ്പുകാർ എന്നത് മാത്രമല്ല ഇരുവരുടെയും പ്രത്യേകത. RSS ബന്ധമാണ് ഇതിന്റെ ഹൈലൈറ്റ്. അഭിനവ് ഭാരത് എന്ന സംഘടനയ്ക്ക് RSS-യുമായുള്ള ബന്ധം അന്നു തന്നെ കർക്കറെ ആരോപിച്ചതാണ്. ആ തെളിവാണ് സ്ഥാപിക്കാൻ കഴിയാതെ പോയത്. അതുകൊണ്ടുകൂടിയാണ് എല്ലാവരും കുറ്റവിമുക്തരാകുന്നതും. സ്പോട്ട്ലൈറ്റിന്റെ മറ്റൊരു വിഷയമായി നാളെ വീണ്ടും ഇതേ സമയം.